എന്തുണ്ട്, നമുക്കൊരു പുതിയൊരു വീഡിയോ കാണാം. എമ്പുരാൻ തന്നെ വിഷയം. ഞാൻ മാത്രമല്ല എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. മിക്കവാറും യൂട്യൂബ് ചാനലുകളെല്ലാം അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം സ്ഥിരമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ വീഡിയോകൾ സമയത്ത് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എമ്പുരാനാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ പറഞ്ഞിട്ട് നമുക്ക് ആ വിവാദപരമായ വിഷയത്തിലേക്ക് ഒന്ന് പോകാം. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, 4,12,000 ടിക്കറ്റോളം ഇന്നലെ വിറ്റായിരുന്നു. അതും പ്രകാരം ഏകദേശം 50 കോടി കഴിഞ്ഞ ദിവസം കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഔദ്യോഗിക കണക്കുകളല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞത്. അപ്പം 50 കോടി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതൊരു പക്ഷേ നമ്മൾ 2,10 എന്നൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്, 2,10 മുകളിൽ എന്നുള്ള. അപ്പം 2,25 വരെ എങ്കിലും ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. അത് ഞാൻ പറഞ്ഞില്ലേ, 50-നും 40-നും ഇടയ്ക്ക് കോടി കിട്ടും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അത് 50 കോടി കടന്നു എന്നൊക്കെ പറയുന്നു. ഇത് കൃത്യമായിട്ടുള്ള വിവരമാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെയെങ്കിൽ ഇന്നത്തെ കളക്ഷനും കൂടെ കൊണ്ട് 50 കോടിയിലേക്ക് എമ്പുരാൻ എത്തും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ. അപ്പം സംഗതിയിലേക്ക് പോവാം. അപ്പം വേറൊരു കാര്യം പറയാൻ പറ്റുമോ? അപ്പം ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, ചൊവ്വാഴ്ച ദിവസമാണല്ലോ, ഇന്ന് കളക്ഷൻ എങ്ങനെയുണ്ട്, ബുക്കിംഗ് എങ്ങനെയുണ്ട്? 10,000 മണിക്കൂറിൽ 10,000 ടിക്കറ്റ് ഇപ്പോഴും വിറ്റ് പോകുന്നുണ്ട്. അപ്പം നല്ല കളക്ഷൻ തന്നെയാണ് പോകുന്നത്. വൈകുന്നേരം ഷോയ്ക്കൊക്കെ ഏകദേശം ഔട്ട്ഫുൾ ആയിട്ടുണ്ട്. അപ്പം വർക്കിംഗ് ഡേയിൽ നമുക്ക് പൊതുവെ എല്ലാ സിനിമയെ പറ്റി അറിയാം. പകൽ നേരങ്ങളിൽ ഇത് കുറവായിരിക്കും, പക്ഷെ വൈകുന്നേരം നല്ല ബുക്കിംഗ് ചെയ്യാനാണ് കാണുന്നത്. അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ്റെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട. വർക്കിംഗ് ഡേയിലോ ഹോളിഡേയ്സിലോ എല്ലാം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സ്റ്റഡി ആയിട്ട് തന്നെയാണ് നീക്കുന്നത്. പിന്നെ വിവാദപരമായ പല പ്രസ്താവനകളും നടത്തി എമ്പുരാൻ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഒരു സിനിമയെപ്പറ്റി ഇങ്ങനെ നിരന്തരമായി ആൾക്കാർ ചർച്ച ചെയ്തില്ലെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പതാൻ, ഷാരൂഖ് ഖാൻ്റെ, പുഷ്പ 2, ലിയോ, ഇങ്ങനെയൊക്കെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത മിക്കവാറും ചിത്രങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും സമയത്ത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവാദം ഉണ്ടായിക്കഴിയുമ്പോൾ ആ ചിത്രം കാണാനും കൂടുതൽ ആൾക്കാർ തയ്യാറാകുന്നത്. അപ്പം വിവാദം സിനിമയുടെ ഒരു കൂടപ്പുറപ്പാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടോ എന്ന് പലരും സംശയിച്ചു. ഇത് പലരും പറയുന്നുണ്ട്, ഇത് പൃഥ്വിരാജിൻ്റെ മാർക്കറ്റിംഗ് ആണ്, ആൻ്റണി പെരുമാവുവിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നൊക്കെ പലരും പറയുന്നു. അതിന് അസൂയപ്പെട്ടും കുശുമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് അത് വിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗിമിക്കുകൾ വേണം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ് പോയാൽ അവരെ കുറ്റം പറയേണ്ട കാര്യം എന്തോ? നമ്മളല്ലേ സ്വയം അങ്ങോട്ട് ചെന്ന് വീണത്. അപ്പം അത് അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 100-200 കോടിക്ക് അടുത്തെങ്കിലും ഈ ചിത്രം മുടക്കുമുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ വീഴും. മലയാളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ ചിത്രമാണ്. അപ്പോൾ അത് അവർക്ക് പൃഥ്വിരാജായാലും ആന്റണി പെരുമാറായാലും കൃത്യമായിട്ട് ഗെയിം പ്ലാനിലൂടെയാണ് അവർ ഇറങ്ങിയത്. ആദ്യം തുടക്കം മുതൽ ഈ ചിത്രം എത്ര ഹൈപ്പ് എത്തുമെന്നും അത് എങ്ങനെയൊക്കെ രീതിയിൽ തിരിച്ചു പിടിക്കാം എന്നുള്ള ഗെയിം പ്ലാൻ ഇവർ തയ്യാറാക്കി. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസനാണെന്ന് ഈ ചിത്രം കാണുന്നവർക്കെല്ലാം തന്നെ മനസ്സിലാവും. എവിടെ കൊടുക്കണം, അതിലൂടെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നൊക്കെ അതെല്ലാം കൃത്യമായിട്ട് അറിയാം. പിന്നെ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ മാർക്കറ്റിംഗ് തന്ത്രം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. വേറെ ലെവൽ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നപ്പോൾ അവർ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു തിരക്കഥ പോലെ തന്നെ ഒരു ഗെയിം പ്ലാൻ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ബ്രാൻഡ് കൃത്യമായിട്ട് അത് എവിടെ മാർക്കറ്റ് ചെയ്യണം എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ലാലേട്ടൻ ആരാധകരെ പറ്റി അറിയാം. ലാലേട്ടന് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒക്കെയുള്ള പവർ അറിയാം. അത് കൃത്യമായിട്ട് അവർ ഫോക്കസ് ചെയ്യുകയും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ മുൻനിർത്തി തന്നെയാണ് അവർ കളിച്ചിരിക്കുന്നത്. അതിൽ അവർ 100% വിജയിച്ചു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുക ഇവരുടെ തന്ത്രമായിരുന്നു നമ്മളിത് വീണി പോയതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ മന്ദബുദ്ധിയായിപ്പോയതിന് ആന്റണി പെരുമ്പാവൂരെയും ലാലേട്ടനെയും പൃഥ്വിരാജിനെയൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഇതാണ് ചില ആൾക്കാരുടെ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചില പ്രശ്നമുണ്ട്. ഇവർ പോലും പ്രതീക്ഷിക്കാതെ, ഈ അണിയറ പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അത് ലാലേട്ടൻ ഇതിനകത്ത് ഖേദപ്രകടനം നടത്തി, പൃഥ്വിരാജിനകത്ത് അനുകൂലമായി നിന്ന്, പൃഥ്വിരാജിന് യാതൊരു സമ്മതവും ഇല്ലായിരുന്നു, മുരളി ഗോപി അനങ്ങാപ്പാറയായിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് മോഹൻലാലിന് തൻ്റെ ഇടമില്ല, പക്ഷെ പൃഥ്വിരാജ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പൃഥ്വിരാജ് ഇത് ഷെയർ ചെയ്തതാണ്. ഇത് ഒരു കാരണവശാലും ഇവരെ ചെറിയ വിവാദങ്ങൾ വേണമെന്ന് ഏത് സിനിമാ പ്രവർത്തകർ ആയിരിക്കും. പലരും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നേരമാണ്. കാരണം ഒരു സിനിമ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഒരു സാധാരണ സിനിമയായിരുന്നുവെങ്കിൽ എമ്പുരാൻ ഈ രീതിയിൽ 5-6 ദിവസം കൊണ്ട് റിലീഫായ അന്ന് മുതൽ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്തു. അന്തിച്ചർച്ചകളിലൊക്കെ എമ്പുരാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിത്രം സ്ഥിരമായിട്ട് ടി വി സ്ക്രീനുകളിലൊക്കെ ചർച്ച നടത്തുമ്പം സിനിമ കാണാത്തവരും എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി കണ്ടെന്നിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് കളക്ഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വിവാദങ്ങളെല്ലാം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങളെല്ലാം ചിത്രത്തിന് അനുകൂലമായി മാറ്റാൻ ഈ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓരോരുത്തരായിട്ട് അറിഞ്ഞോ അറിയാതെയോ പല വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിച്ചു. അത് അവരുടെ മേന്മയാണ്, അവരുടെ ബുദ്ധിയാണ്. അതിന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടെന്താ കാര്യം? അതുപോലെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും കൃത്യമായിട്ടൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ടത്. പക്ഷേ അവരുടെ ചില പാഴ്ചകളുണ്ടായി എന്ന് പറയുന്നത്, ലൈക്ക് ഐറ്റത്തിൽ പിന്മാറിയത് അവർക്ക് ഭയങ്കര പാഴ്ചയായി. ഗോകുലം ഗോപാലൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൃഥ്വിരാജ് കൃത്യമായിട്ട് ഗോകുലം ഗോപാലന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ചിത്രം വിജയിക്കും, ചേട്ടൻ്റെ കാശിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് 100% ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇവരെ ബാധിച്ചത്. അല്ലെങ്കിൽ ലാലേട്ടനോ പൃഥ്വിരാജോ ആരും തന്നെ ക്ഷമ ചോദിക്കത്തില്ലായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ് ഈ ഖേദപ്രകടനം എന്നുള്ളത്. അത് ആന്റണി പെരുമ്പാവൂർ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവരെന്തായാലും ചോദിക്കാം, അതുകൊണ്ട് മുരളി ഗോപി എന്തുകൊണ്ട് ഖേദപ്രകടനം നടത്തിയില്ല എന്നുള്ളത്. മുരളി ഗോപി നട്ടലുള്ളവരാണ് എന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു. മുരളി ഗോപിക്ക് ആരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അദ്ദേഹം തിരക്കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് തീരുന്നു. ഒരു സമയത്ത് ഈ ചിത്രത്തിൽ നിന്ന് ലൈക്ക പിന്മാറിയപ്പോൾ ഈ ചിത്രം ഇറങ്ങുമോ ഇല്ലയോ എന്ന് തൃശങ്കു സ്വർഗത്തിലായ സമയത്ത് ലാലേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഗോകുലം ഗോപാൽജി ഇതിനകത്ത് വരികയും അദ്ദേഹം ഈ സന്തോഷപൂർവ്വം ഈ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് ലാലേട്ടൻ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുടനീളം സ്ഥാപനങ്ങളുള്ള ഗോകുലത്തിൻ്റെ സ്ഥാപനങ്ങൾ ആരെങ്കിലും ഒരു 2 പേര് എന്നൊരു കല്ലെറിയോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്, ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാകരുത്, തങ്ങളെ രക്ഷിക്കാമെന്ന് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ലാലേട്ടന് നിർബന്ധമുണ്ടായിരുന്നു. പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂർക്കും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഖേദപ്രകടനം അവർ നടത്തിയതെന്ന് 100% ഉറപ്പാണ്. അത് കൃത്യമാണ്. അല്ലാതെ ലൈക്കയാണ് ഇതിൻ്റെ നിർമ്മാണ കമ്പനിയെങ്കിൽ ഒരു ഖേദപ്രകടനം ഒന്നും നടക്കത്തില്ല. ഈ വിവാദങ്ങൾ ഇങ്ങനെ കാശായി മാറിക്കൊണ്ടേയിരുന്നേനെ, അല്ലേ? ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ലാലേട്ടനെ സംബന്ധിച്ച് ഇമേജ് നോക്കുന്നൊരു വ്യക്തിയല്ല. ഏതെങ്കിലും ഖേദപ്രകടനത്തിലൂടെ ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർത്താൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തി. ചിലവരൊക്കെ വലിയ ഗംഭീരം, ഞാനൊരു കാരണവശാലും മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടി പലരും പല രീതിയിൽ നിലപാടുകൾ ശക്തമാക്കുന്നു എന്നൊക്കെ പറയും. ലാലേട്ടനെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഒരു ജീവിതമാണ്. ക്ഷമ ചോദിക്കുന്നത് എന്താ തെറ്റ് എന്ന് പുള്ളി ചോദിക്കും.
പുള്ളിയോട് പത്രക്കാരി എന്ന് ചോദിക്കുക, ലാലേട്ട ഇത് ഖേദപ്രകടനം നടത്തിയത് തെറ്റാണ്. എന്ത് തെറ്റ്? നമ്മൾ മൂലം ഏതെങ്കിലും ഒരു പ്രശ്നം ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് അദ്ദേഹം തിരിച്ചങ്ങോട്ട് ചോദിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് ലാലേട്ടനെ അറിയാവുന്നവർക്കെല്ലാം തന്നെ ഈ ഖേദപ്രകടനം അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇല്ലായ്മയോ ഒന്നുമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. പിന്നെ പൃഥ്വിരാജ് ഇത് അറിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പൃഥ്വിരാജ് തന്നെയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എമ്പുരാൻ പടം തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇതിനകത്ത് മേജർ രവിയും മല്ലിക സുകുമാരനും ഒക്കെ അറിഞ്ഞോ അറിയാതെ ഇത് വന്ന് കയറിയതാണോ, അറിഞ്ഞാണോ അറിയാതെയാണോ വന്ന് ഭവിച്ചത് എന്ന് നമുക്കറിയില്ല. എന്നാലും ഇത് കൃത്യമായ ഒരു തിരക്കഥ അനുസരിച്ച് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. ആ ഗെയിം പ്ലാനിൽ അവർ വിജയിച്ചിരിക്കുന്നു. ആ വിജയം കണ്ട് അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. വേറൊരു വിഷയമുണ്ട്. ചിലർ പറയുന്നത് കേട്ടു, ചില രാഷ്ട്രീയക്കാരുടെ താളത്തിനൊത്തി മോഹൻലാൽ എന്തിനു വിട്ടുമാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. ഇതിനകത്ത് 2 തന്ത്രമുണ്ട്. ഒന്ന്, നമ്മൾ മിക്കവാറും വെട്ടിക്കുറയ്ക്കാത്തത് കാണാത്തവരുണ്ട്. 2 മിനിറ്റിൻ്റെ കാര്യം വെട്ടിക്കുറയ്ക്കാത്ത വരുന്നുണ്ട്. വെട്ടി മാറ്റിയത് എന്താണെന്നറിയാനുള്ളൊരാഗ്രഹമുണ്ട്. കണ്ടവർക്കും തോന്നാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഏതൊക്കെ ഭാഗം വെട്ടി മാറ്റി എന്നറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അത് വീണ്ടും കളക്ഷനെ അനുകൂലമായി വരും എന്ന് എനിക്ക് തോന്നി. എന്നാൽ അവരും എന്തൊക്കെ വെട്ടി മാറ്റി എന്നറിയാൻ വേണ്ടി മലയാളികളല്ലേ വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് കയറി ആ പടം കാണും. അങ്ങനെ ഒരു തന്ത്രവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അല്ലാതെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ടീം വർക്ക് മുഖേന തന്നെയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം മലയാള സിനിമയിൽ നിന്നൊരു 150 കോടിയൊക്കെ മുടക്കിയതിന് ശേഷം അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് അന്യഭാഷയിൽ നിന്നും എല്ലാം കൂടെ ഇത് തിരിച്ചു പിടിക്കും എന്ന് അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഇവർ വെട്ടുമാറ്റിയത്. കാരണം ഇത് 250 കോടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് 100 കോടിയും കൂടെ ഒക്കെ നിഷ്പ്രയാസം നേടാൻ പറ്റും. എനിക്ക് തോന്നി ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് പലരും പല രീതി പറയുന്നത് കേട്ടു. എന്തിന് അന്വി പ്രേമാവൂരിൻ്റെ എന്താ വട്ടാണോ? അതുപോലെ ഗോപാലൻ വന്നപ്പം അദ്ദേഹത്തെയും കുരുക്കി ചാഴിച്ചു, ഇത് പടമൊന്നും വിജയിക്കത്തില്ല എന്ന് പറയും. പക്ഷേ ആ പറഞ്ഞവർ ഇപ്പം എന്ത് പറയുന്നു? കാരണം ഇത് മുടക്കുമുതൽ ഉൾപ്പെടെ ലാഭം വിഹിതം ഉൾപ്പെടെ തിരിച്ചു പിടിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇനി ഒരു പക്ഷേ അടുത്തതായിട്ട് അവർ 3-ാം ഭാഗം, അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. പൃഥ്വിരാജ് മോഹൻലാലും തമ്മിൽ ഉടക്കി, മുരളി ഗോപിയുമായിട്ട് ഉടക്കി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ 3-ാം ഭാഗം ഇറങ്ങും എന്ന് അവർക്ക് ഉറപ്പായിട്ട് പറയുന്നു. അതിൽ നായകനും ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പം മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ ചർച്ചകൾ ദിനംപ്രതി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളത് കൃത്യമാക്കുക. അതുപോലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദത്തിനനുസരിച്ച് കൃത്യമായ ഗെയിം പ്ലാനിലൂടെ ചിത്രത്തിന് വേണ്ടി, എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഈ ടീമുകൾ കൃത്യമായിട്ട് നീങ്ങി എന്നുള്ള സത്യമാണ്. കാരണം ആർക്കും മറുപടി ഇത് സംഭവം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിനുള്ള മറുപടി ഒന്നും കൊടുത്തില്ല. അവർ ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് ജനങ്ങളുടെ മനസ്സിൽ എമ്പുരാൻ എന്ന ചിത്രം കാണാനുള്ള താല്പര്യമുണ്ട്. അത് നെഗറ്റീവാണെങ്കിൽ പോസിറ്റീവാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഇനി 500 കോടി കടക്കുമോ എന്നുള്ളത് മാത്രമേ നമുക്കറിയാനുള്ളൂ. ഈ ചിത്രത്തിൻ്റെ വിജയപരാജയപ്പറ്റി ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ചിത്രം വിജയിച്ചിരിക്കുന്നു. 250 കോടി എങ്ങനെ പോലും തിയേറ്ററിൽ നിന്ന് 300 കോടിക്ക് മുകളിൽ ഏതായാലും നേടും. അതുപോലെ OTT റൈറ്റ്സും സാറ്റലൈറ്റ് അവകാശവും എല്ലാം കൂടെ വിറ്റ് പോകുമ്പോൾ ഇത് നല്ല ലാഭം നേടിത്തരും എന്ന് 100% ഉറപ്പാണ്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.